മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 ടെമ്പറേച്ചർ ഫംഗ്ഷൻ ഇൻ ടൈം ആണ് ഓഫ് എ ബോഡി. നോക്കണേ, T is equal to 60 is 120 degree. ടൈം 0 ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ 120 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. And the differential equation is dt by dt. Temperature with respect to time ആണ് minus k into t minus 80 where k is the positive constant. അപ്പൊ ഞാൻ അവിടെ എഴുതുകയാണ് മക്കളെ, dt വാരിയബിൾ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ അങ്ങോട്ട് ആദ്യം എഴുതിയാലോ. dt by t minus 80 is equal to minus k dt. വാരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ എന്താവും, ലോഗ് ടി മൈനസ് 80 എന്നായി. ലോഗ് ടി മൈനസ് 80 is equal to മൈനസ് കെ ടി പ്ലസ് സി. സിന്റെ വാല്യൂ അറിയാൻ വേണ്ടി നമുക്ക് കണ്ടീഷൻ കൊടുക്കുക. ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോ 160 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ടൈമിന് നമ്മൾ അവിടെ 0യും കൊടുക്കണം, ടെമ്പറേച്ചർ ടിക്ക് നമ്മൾ അവിടെ 160യും കൊടുക്കണം. അപ്പൊ ലോഗ് 160 മൈനസ് 80 ഈസ് ലോഗ് 80 എന്ന് വന്നു. ലോഗ് 80 ഈസ് ഈക്വൽ ടു ടൈം 0 ആവുമ്പോ ആ ടേം പോയി സി വന്നു. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാറുകയായി. ലോഗ് പറഞ്ഞു മക്കളെ, ടി മൈനസ് 80 എന്ന് പറയുന്നത് മൈനസ് കെ ടി പ്ലസ് ലോഗ് 80 എന്നായി മാറി. ആ പ്ലസ് ലോഗ് 80 ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ ലോഗ് എ മൈനസ് ലോഗ് ബി ആകുമ്പോൾ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് ടി മൈനസ് 80 ബൈ 80 ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി. ബേസ് ഇ ആയതുകൊണ്ട് നമുക്ക് എഴുതാം ടി മൈനസ് 80 ബൈ 80 എന്ന് പറയുന്നത് അല്ലെ, ടി മൈനസ് 80 ബൈ 80 എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് കെ ടി ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ ഫംഗ്ഷൻ ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 80 ഇ റൈസ് ടു മൈനസ് കെ ടി പ്ലസ് 80 എന്ന് എഴുതാം. ഇങ്ങനെയായി മാറിയത്. ഇനി നിങ്ങൾ നോക്കിക്കോ, അവർ തന്ന കണ്ടീഷൻ എന്താ നോക്കിക്കോ. ടി ഓഫ് 15 എന്ന് പറയുന്നത് 120 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ടി ഓഫ് 15 എന്ന് പറയുന്നത് എന്താണ്, 120. അപ്പൊ ടൈം 15 ആകുമ്പോ ടെമ്പറേച്ചർ 120 ആണ്. ഞാനിവിടെ എഴുതുകയാണ് 120, അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 15 അല്ലെ കെ, ഇ റൈസ് ടു മൈനസ് 15 കെ പ്ലസ് 80. 120 മൈനസ് 80 40 ബൈ 80 ഇൻറ്റു 80 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇ റൈസ് ടു മൈനസ് 15 കെ ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എഴുതാം ഇ റൈസ് ടു മൈനസ് 15 കെ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 1/2 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് 15 കെ 1/2 ആണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതിലേക്ക് പോവാം. എന്താണ്, ടി ഓഫ് 45 ആണ്. ടി ഓഫ് 45, അതായത് ടൈം 45 ആകുമ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അവിടെ ടി ഓഫ് 45ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടൈമിന് എന്താ കൊടുക്കേണ്ടത്, 45 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 80 ഇൻറ്റു അല്ലെ ഇ റൈസ് ടു മൈനസ് 45 കെ പ്ലസ് 80 എന്നാവും അല്ലെ. അപ്പോ 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 45 കെനെ നമുക്ക് ഇ റൈസ് ടു മൈനസ് 15 കെ, ഇ റൈസ് ടു മൈനസ് 15 കെ ഹോൾ ക്യൂബ് എന്ന് എഴുതട്ടെ. അപ്പൊ മൈനസ് 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 45 ആണെന്ന് റെഡി അല്ലേ. പ്ലസ് എന്താവും, 80 എന്നാവും. ആ ഇ റൈസ് ടു മൈനസ് 15 കെ എന്താണ്, 1/2 ആണ്. അപ്പൊ 80 ഇൻറ്റു
അല്ലെ. 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 15k 1/2 ആണ്. 1/2 ക്യൂബ് എന്ന് വരും. 1/2 ക്യൂബ് പ്ലസ് 80 എന്ന് വരും അല്ലെ. അപ്പൊ 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 80 ഇൻറ്റു 1/8 വരും. 80 ഇൻറ്റു 1/8 പ്ലസ് എന്താവും? 80 ആവും. 80 ഇൻറ്റു 1/8 10 ആണ്. 10 പ്ലസ് 80 കിട്ടി 90 എന്ന് കിട്ടി. ഓക്കെ, 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ മക്കളെ.